ചേർന്നിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും പുതിയതായിട്ട് പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ പ്രോഗ്രാമിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ പേര് സാറാമ്മ, സ്ഥലം പത്തനംതിട്ടയാണ്. ഈ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. നമുക്കറിയാം നമ്മളുടെ ഈ ബയോട്ടോറിയം കമ്പനിയെ കുറിച്ച്. ഈ ഒരു കമ്പനിയും ഈ കമ്പനിയുടെ പ്രോഡക്റ്റും ഇതിന്റെ ഒരു പ്രോജക്റ്റും നമ്മളുടെ കൈകളിലേക്ക് നമുക്ക് എത്തിച്ചു തന്നൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ അപ്ലൈൻ അല്ലെ നമ്മുടെ ഇൻട്രൊഡ്യൂസർ. അതാരായിരുന്നാലും നമ്മളുടെ ആ ഗ്രേറ്റ് വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ കമ്പനി പ്രദാനം ചെയ്ത നമ്മളുടെ ബഹുമാന്യനും ആദരണീയനുമായ നമ്മളുടെ MD ഡോക്ടർ സാഗർ ജോഷി സാറിനും നമ്മളുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ നന്ദി പറയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്, എല്ലാ ദിവസവും നമ്മൾ BOP ആണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദൈവതുല്യമായ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒട്ടനവധി റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട് കിട്ടിയതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ കമ്പനി ഇത്രത്തോളം വളർന്നതും നമ്മൾ ഇത്രത്തോളം വളർന്നതും. അപ്പൊ അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും നമ്മൾ കൊടുത്തിട്ടുള്ള റിസൾട്ടുകളും ധാരാളം റിസൾട്ടുകളുണ്ട്. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ വ്യക്തികൾക്കും ഒരു വാക്കെങ്കിലും ആ റിസൾട്ടിനെ കുറിച്ച് പറയാൻ സാധിക്കും. അത് നിങ്ങൾ മൂടി വെക്കരുത്. ഇതാണ് നമ്മളുടെ കീയ്. കാരണം റിസൾട്ട് ആണ് നമ്മളുടെ ബെനിഫിറ്റ്. അപ്പൊ നമുക്ക് റിസൾട്ട് പറയുന്നതിൽ ആരും മടി കാണിക്കരുത്. ഇന്ന് നമുക്ക് റിസൾട്ട് എക്സ്പീരിയൻസ് ഷെയറിങ് ചെയ്യാനുള്ള സമയമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വ്യക്തിത്വങ്ങളും അവരവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ പറയണം. അതിനുവേണ്ടി എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കുന്നില്ല. ഓരോരുത്തർ വന്ന് അവരുടെ പേരും സ്ഥലവും പിന്നെ അവരുടെ അപ്ലൈ ആരാണോ അവരെ ഇത് പരിചയപ്പെടുത്തിയത് അവരുടെ പേരും പ്രോഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ടും വളരെ ചുരുക്കമായി തന്നെ എല്ലാവർക്കും പറയാനുള്ള സമയമുണ്ട്. അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ഓൾ ലീഡേഴ്സ്. ആദ്യം ആര് പറയും എന്നുള്ള പൂച്ചയ്ക്ക് ആര് മണി കെട്ടുമെന്ന് വിചാരിച്ചിരിക്കരുത്. എല്ലാവർക്കും അവസരമുണ്ട്. ആദ്യം പറയേണ്ടവർ പിന്നെ അവസാനമായി പോകും. അതുകൊണ്ട് സമയം കിട്ടിയത് തക്കത്തിൽ ഉപയോഗിക്കണം എന്നാണ് ബൈബിളിലെ ഒരു വാക്യമുണ്ട്. നമുക്ക് കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ഇനി അത് പറയിപ്പിക്കാതെ തന്നെ എല്ലാവരും അവരവരുടെ റിസൾട്ടുകൾ പറയാം. ഓക്കെ. ഹലോ. യെസ്, പറഞ്ഞോളൂ മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രാവിലത്തെ നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എൻ്റെ പേര് സുലഭ. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ്. പത്തനംതിട്ടയിലെ ഡയമണ്ട് ഗ്രൂപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്നെ സിന്ധു മാഡമാണ് അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. എനിക്ക് മൈഗ്രെയിൻ ആയിരുന്നു മെയിനായിട്ട് എൻ്റെ പ്രോബ്ലം. ഇപ്പൊ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. പിന്നെ എന്റെ കൊച്ചുമോന് സോറിയാസിന്റെ ഇതുണ്ടായിരുന്നു തലയില്. അത് നിശേഷം മാറി. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ പ്രോഡക്റ്റ് കൊടുത്തവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ട്. ഈ പ്രോഡക്റ്റ് തന്ന സാഗർ ജോഷി സാറിനും നമ്മുടെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് അജേഷ്. ഞാൻ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ്. മിനീഷ് സാറ് ലീന മാഡത്തിന്റെ ഒക്കെ ടീമിലാണ് വരുന്നത്. ജോയിൻ ചെയ്തിട്ട് 2 വർഷമായിട്ടുണ്ടെങ്കിലും എനിക്കിതിന്റെ ആഴം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ടേ പറ്റിയുള്ളൂ. അപ്പം നഷ്ടപ്പെടുത്തിയ ഈ വർഷത്തെയും കൂടി ഞാൻ ഒരു വർഷം കൊണ്ട് തന്നെ അച്ചീവ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു അജീഷ് സാർ. താങ്ക് യു. നമസ്കാരം മാഡം. ഞാൻ ബയോ എനർജി ടീമിൽ നിന്ന് ഗിരിജ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്കിന്റെ ബേസിലായിരുന്നു മേടിച്ചത്.
അത് നമ്മുടെ കമ്പനി പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ സിൻസിയറായിട്ട് ഉപയോഗിച്ചു. ഇപ്പം ഒരു 2 വർഷത്തിന് മുമ്പാണ് ഞാൻ മേടിച്ചത്. അപ്പൊ ചേട്ടനെ ഇപ്പം ഒറ്റ ഒരു മെഡിസിൻ ഇല്ല, ഞങ്ങൾക്ക് ECH ഫെസിലിറ്റി ഒക്കെ ഉള്ള അതൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ ഈ പ്ലാൻ കേട്ടപ്പം മേടിച്ച് വിശ്വാസത്തോട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് അതിന് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടി. ഞാൻ ഇതിനകത്ത് ഇപ്പം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് ഫാമിലി, എന്റെ ചേട്ടൻ ഇപ്പം സ്വയം പര്യാപ്തരായ എല്ലാം തന്നെ ECH പോകാനും കാര്യനി പോകാനും ഒക്കെ ഞാൻ കൂടെ പോകണ്ട. എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ ഇത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്റെ റിസൾട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. മാഡത്തിന്റെ സ്ഥലം എവിടെയായിരുന്നു? പിന്നെ കായംകുളത്ത് കറ്റാണോ അടുത്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു. Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. All of you, good morning. ഞാൻ ഹരിപ്പാടു നിന്നാണ്. നമ്മുടെ ബയോ എൻട്രി ടീമിലുള്ളതാണ്. പേര് പറഞ്ഞിട്ടില്ല. കമല ദേവദാസ് അതിനകത്തുണ്ട്. എല്ലാ ദിവസവും കയറുന്നതാണ്. അപ്പൊ അത് എന്റെ അമ്മയുടെ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ്. ഞാനിത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. കുറെ ദിവസം മാസങ്ങളോളം ഡൗൺ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്ന കാരണം ഡൗൺ ആയിട്ട് നിൽക്കേണ്ടി വന്നു. ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മയെന്ന് പറയുന്നത് എന്റെ അമ്മായിയമ്മയാണ്. കാരണം എന്റെ അമ്മയെന്നായി ഞാൻ പറയത്തുള്ളൂ, അത്ര ഇതാണ്. അപ്പൊ അമ്മയ്ക്ക് ഓക്സിജൻ ഡൗൺ ആയി പോയായിരുന്നു. പിന്നെ ഓക്സിജൻ ഡൗൺ ആയി മാത്രമല്ല, ഓക്സിജനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ പുറത്തു വിടുമല്ലോ. ആ കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് വിടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് വന്നു. അപ്പൊ അങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അമ്മ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഒരു ഭാഗത്ത് ഓക്സിജനും മറുഭാഗത്ത് കാർബൺ ഡയോക്സൈഡും കൊടുത്ത് അങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ജോലി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ബയോട്ടോറിയത്തിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആയപ്പോൾ അവിടുത്തെ മെയിൻ ഡോക്ടർ വിളിച്ച് എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇനി 3 മാസം കൂടെ ഉള്ളെന്ന് പറഞ്ഞു. അതായത് ഒരു 4 വർഷത്തിന് മുമ്പ് ഒരു മെയ് മാസത്തിൽ. അപ്പം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുക, അമ്മയെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞ് വിട്ടു. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിലൊരു ICU പോലെ നമ്മൾ എല്ലാം റെഡിയാക്കി. കറണ്ട് വഴിയുള്ള ഓക്സിജനും സിലിണ്ടറുള്ള ഓക്സിജനും എല്ലാം നമ്മൾ വെച്ച് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഷിബു സാറ് എന്നെ കാണാൻ വന്നത്. അതിനുമുമ്പ് ഞാൻ ഈ ബയോട്ടോറിയത്തിലുണ്ട്, പക്ഷെ ഞാൻ നല്ലോണം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ സാറ് വന്നു. നമ്മുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് വെച്ചാൽ ദൈവം കൈതൊട്ട നമ്മുടെ ശബ്ദിക്കുന്ന പ്രോഡക്റ്റ് ആയ അൾട്രാബെറി ജ്യൂസ് കൊടുക്കാൻ തുടങ്ങി. അമ്മ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ഇംപ്രൂവ്മെന്റ് ആകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് അമ്മയ്ക്ക് ഓക്സിജൻ തൊട്ടിട്ടില്ല. 82 വയസ്സുണ്ട്. ഇന്ന് വരെ മരുന്ന് പെട്ടികൾ ഇല്ലാത്ത വീടുകളില്ല. പക്ഷെ എന്റെ അമ്മ ഇന്ന് വരെ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇന്നും എല്ലാ മാസവും അൾട്രാബെറി ജ്യൂസ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷമായ ഒരു അനുഭവമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അത് കാരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് എന്റെ മനസ്സ് റെഡിയായി വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ ഹസ്ബൻഡിനായാലും അറ്റാക്ക് വന്നു. അദ്ദേഹം ഇപ്പോഴും റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. എല്ലാവരുടെ അനുഭവം കാരണമാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം. ഓക്കെ, താങ്ക് യു മാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. അമേസിംഗ് റിസൾട്ടുകളാണ് ഓരോരുത്തർക്ക് പറയാനുള്ളതല്ലേ. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് റിസൾട്ടുകൾ കിട്ടാറുള്ളത്. ആ റിസൾട്ടാണ് നമ്മളെയൊക്കെ ഇതിനകത്ത് ഉന്നതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ റിസൾട്ടും മറ്റുള്ളവർക്ക് കൊടുത്ത റിസൾട്ടും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. സമയം ഒരു തരി പോലും സമയം വേസ്റ്റ് ആക്കരുത്. എല്ലാവരും മുന്നോട്ട് കടന്നു വരിക. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ആന്റണി, എന്റെ പേര് ആന്റണി എന്നാണ്. ഞാൻ വൈപ്പിൻ നായരമ്പലം സ്വദേശിയാണ്. ഞാൻ 1 വർഷത്തോളമായി ഈ ബയോട്ടോറിയം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്റെ വൈഫിന്റെ മൈഗ്രെയിൻ ആയിരുന്നു മെയിനായിട്ട്. 25-30 വർഷക്കാലമായിട്ട് മരുന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആസ്പത്രി പോക്കും വരവും
സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരു മരുന്നും ഫലിക്കാതെ വന്നപ്പോൾ ഞാൻ കൈവിട്ടുപോയ സംഭവത്ത് ലക്ഷങ്ങളോളം മുടക്കിയിട്ടും ഒരു ആശ്വാസം കിട്ടാത്ത ഒരവസ്ഥയിലായിരുന്നു മൈഗ്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്റെ സുഹൃത്ത്, എന്നെ കൂടി പഠിച്ചിരുന്ന ഒരു സുഹൃത്താണ് എന്നെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ഗോൾഡൻ ബെല്ല് ആയിട്ട് ബന്ധപ്പെട്ട്, ഗോൾഡൻ ബെല്ല് എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും തങ്കമണി മേഡമാണ്. അപ്പൊ തങ്കമണി മേഡത്തിൽ നിന്നാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ സാധ്യത വളരെ എളുപ്പം എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞാൻ പ്രൊഡക്റ്റ് എടുത്തു. മൈഗ്രെയിൻ എന്ന ഒരു മഹാമാരി തന്നെയാണത്. അപ്പൊ അത് എനിക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒറ്റ ചിന്തയിൽ ഞാൻ അപ്പം തന്നെ എടുത്തു. ഒരു 2 ദിവസം കൊണ്ട് തന്നെ വളരെ ആശ്വാസം കിട്ടിയ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അത് വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി. പിന്നീട് എനിക്ക് വെരിക്കോസ് വെയിന്റെ പ്രശ്നം ഉണ്ടായി. പ്രഷർ കൺട്രോൾ അല്ലായിരുന്നു, പ്രഷർ കൂടുതലായിരുന്നു, ഡെയിലി മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോ അതിനെല്ലാം വളരെയധികം റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ഇതിനോട് നെഞ്ചോട് ചേർത്ത് ഞാൻ പ്രവർത്തിക്കുന്നു. ഇതിനെല്ലാവരും എല്ലാ സമയത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം പ്രാധാന്യത്തോടെ ഇതിന്റെ ആവശ്യത്തെ കുറിച്ച് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആന്റണി സർ, താങ്ക് യു. മൈഗ്രെയിനും വെരിക്കോസ് എല്ലാത്തിനും പറഞ്ഞോളൂ. എന്റെ പേര് സിന്ധു. ഞാൻ മലപ്പത്തനംതിട്ട ഗ്രൂപ്പിലാണ്. സാമേടമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ലീഡർ. എനിക്ക് ഒരു സുഹൃത്താണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നപ്പോഴൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് അത്ര താല്പര്യം കാണിച്ചില്ല. എന്റെ മകനാണ് ഇതിനകത്ത് താല്പര്യം കാണിച്ച് ഈ പ്രോഡക്റ്റ് എനിക്ക് വാങ്ങിച്ചു തരികയും ഞാനിത് ഉപയോഗിക്കുകയും ചെയ്തത്. എനിക്ക് നട്ടലിന് പ്രശ്നമായിട്ടൊരു വ്യക്തിയാണ്. ഞാൻ ആയുർവേദം ആയിരുന്നു. 56 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നു. മരുന്നില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. പിന്നെ തൈറോയ്ഡ്, കൊളസ്ട്രോള്, BP ആണ് 50 മേപ്പോട്ടും ഇല്ല താപ്പോട്ടും ഇല്ല, ആ ഒരവസ്ഥയിലായിരുന്നു. പിന്നെ വെരിക്കോസിന്റെ പ്രശ്നം, വൈൽസിന്റെ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മോൻ ഇത് വാങ്ങിച്ചു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ മോനെ ഞാൻ വഴക്ക് പറഞ്ഞെന്നുള്ളതാണ്. കാരണം എനിക്ക് ഇത്രയും 10,000 രൂപയുടെ മരുന്ന് ഒരു മാസം വേണം. അത് കഴിച്ചാൽ പോലും എനിക്ക് നടന്ന് ഒരു പണി ചെയ്യാനോ ഒരു സ്റ്റെപ്പ് കയറാനോ ഒരു യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെ അപ്പൊ അവനെ ഞാൻ വഴക്ക് പറഞ്ഞു. 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 കൂട്ടം കാര്യങ്ങൾ സാധിക്കാൻ നീ നിന്റെ പണി നോക്കെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവൻ തന്നെ അവന്റെ ഇഷ്ടത്തിന് അവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് എനിക്കിത് ബെഡേല് വിരിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കയറി കിടന്ന പോലും. ഉറക്കമില്ലായ്മ ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഉറക്കമെന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് പകലൊട്ടും ഉറങ്ങത്തില്ല. ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എനിക്ക് ഉറക്കം കിട്ടിയെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 2 വർഷം 2.5 വർഷത്തോളമാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എനിക്കൊരു നട്ടല് വേദനയ്ക്കുള്ള ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. ഇപ്പം എവിടെല്ലാം ഇന്നലെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഞാനും സാറാ മാഡം കൂടെ ആയിരുന്നു പോയിരുന്നത്. രാവിലെ പോയിട്ട് 6:30 ആയി വീട്ടിൽ വന്നപ്പം. അങ്ങനെ ദൈവം സഹായിച്ച് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു മരുന്നിനെ ആശ്രയിക്കുന്നില്ല. മരുന്നുകളെല്ലാം കംപ്ലീറ്റ് സ്വന്തമായിട്ട് ഞാൻ നിർത്തുമല്ലായിരുന്നു. ഡോക്ടർ തന്നെ എനിക്ക് ഓരോ മാസവും ഞാൻ ടെസ്റ്റ് നടത്തി ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ തന്നെയാണ് എനിക്ക് മരുന്നിനെല്ലാം മാറ്റി തന്ന്. ഇപ്പൊ ഒരൊറ്റ ഗുളികയേ ഉള്ളൂ. അതും തൈറോയിഡിന്റെയാണ്. തൈറോയിഡിന്റെ 125 ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 75 ഗുളികയിലെത്തി. അല്ലാതെ എനിക്ക് ഒരൊറ്റ ഗുളികയും ഇല്ല. നല്ലൊരു പ്രോഡക്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോരുത്തരും നമുക്കറിയാവുന്നവർക്കും നമ്മുടെ ബന്ധുക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഇത് വാങ്ങിച്ചു കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. എല്ലാവരും ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കുന്ന കൂട്ടം മാത്രമല്ല, നമുക്ക് നല്ലൊരു വരുമാനത്തിലും എത്തി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനൊരു അവസരം ദൈവം തന്നതാ. എല്ലാവരും ഇതിലേക്ക് മുന്നോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ അനുഭവം ഇവിടെ ചുരുക്കി പറഞ്ഞു നിർത്തുന്നു. സമയമില്ലല്ലോ എല്ലാവർക്കും പറയണ്ടേ. താങ്ക് യു. താങ്ക് യു സിന്ധു മാഡം. താങ്ക് യു മാഡത്തിന്റെ റിസൾട്ട്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളുടെ ബയോട്ടോറിയം പ്രോഡക്റ്റ്. ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ 100 നാവാണ് എല്ലാവർക്കും, അല്ലേ? അപ്പൊ എല്ലാവർക്കും സമയം. നെക്സ്റ്റ് അടുത്ത. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അനിൽകുമാറാണ്. തൃശ്ശൂര് ജില്ല കാഞ്ഞാണ് എന്റെ വീട്. ഞാൻ നമ്മുടെ റിലേഷനിൽപ്പെട്ട ചേച്ചിക്ക് കൈ രണ്ടും പൊന്താതെ കണ്ട്. ഇതൊരു
ഒരു വീട്ടിൽ പണിക്ക് നിൽക്കുകയാണ് ആ ചേച്ചി. അത് ഡോക്ടറെ വീട്ടു. രണ്ടാളും ഡോക്ടർമാരാ, ഭാര്യയും ഭർത്താവും. അങ്ങനെ ഈ ചേച്ചിക്ക് അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. എന്നിരുന്നാലും കംപ്ലീറ്റ് അവരെ കല്ലുമ്പോ തിരുമ്പണം, കരിങ്കല്ലുമ്പോ തിരുമ്പി ആൾക്ക് കൈ പൊന്താണ്ടായി. അപ്പൊ ഡോക്ടറെ അടുത്ത ഡോക്ടറെ കാണിച്ചിട്ട് ആള് പറഞ്ഞു 3 മാസം റെസ്റ്റ് എടുത്തോളം പറഞ്ഞു, അല്ലെങ്കിൽ പണി ഇഷ്ടോളം പറഞ്ഞു. ഇത് കഴിഞ്ഞാണ് വീട്ടിൽ പോയി. അപ്പൊ ഞങ്ങൾ അറിഞ്ഞ് ചെന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ ചേച്ചി അത് നീർക്കെട്ടാണ്, അതുകൊണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞത് നീർക്കെട്ടിന്റെ ഡോക്ടറും പറഞ്ഞത് ഈ പ്രോഡക്റ്റ് കൊടുത്തു, ഈ വെള്ളം കുടിക്കുക, നിനക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആളത് അതുപോലെ തന്നെ ചെയ്തു. 16 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൈ ആൾ പൊന്തി, 2 കൈയും പൊന്തി. 16 പക്കം തന്നെയാണ് ജോലിക്ക് പോയത് ഡോക്ടർ വിളി. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാല് 2 വേരിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ അക്യുപഞ്ചറിന്റെ, നമ്മളെ ഡോക്ടറെ അറിയുന്ന ഡോക്ടർ അക്യുപഞ്ചറിന്റെ, അപ്പൊ അതിലും പോയി ചെക്കപ്പ് 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആള് 10 ദിവസം കുത്താൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എല്ലാം കൂടി 10 ദിവസം കുത്തിയതിന്റെ ശേഷം ഒരു 20 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും അത് ചെക്കപ്പ് ചെയ്തപ്പോ നമ്മള് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിനുള്ളിൽ തന്നെ. രണ്ടും കൂടി ചെയ്തതിന് ശേഷം 2 ബ്ലോക്കും മാറും ചെയ്തു എന്റെ. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിന് ഇപ്പൊ സിബർത്തോൺ കഴിച്ചിട്ടാണ് ഞാൻ സിബർത്തോൺ. അങ്ങനെ നെഞ്ചരിച്ചൽ നല്ല നെഞ്ചരിച്ചൽ വന്നപ്പോ ഞാൻ ചെയ്തു, നമ്മുടെ സിബർത്തോൺ 30 ml എടുത്തു. അതില് 60 ml നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ച് അത് കുടിച്ചപ്പോ 2 മിനിറ്റ് കൊണ്ട് നെഞ്ചരിച്ചൽ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പൊ 16ാമത്തെ ആശുപത്രി കഴിക്കുന്നത്. ഈ റിസൾട്ട് എനിക്ക് പറയാനുള്ളത് അത്ര നല്ല പ്രൊഡക്റ്റ് ആണ് നമ്മള്, അത്ര റിസൾട്ടും ഉണ്ട്. ഓക്കെ ഓക്കെ, സാറിന്റെ പേരെന്തായിരുന്നു? പേര് അനിൽകുമാർ. അനിൽകുമാർ. ഓക്കെ ഓക്കെ. കുറച്ച് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ക്ലിയർ കേൾക്കാൻ പറ്റിയില്ല എങ്കിലും. ഓക്കെ ഓക്കെ സാർ, ശരി ശരി, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാഡം. എന്റെ പേര് സ്മിത, മാവേലിക്കരയിലാണ്. ഞാൻ ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട് ഒരു കൃഷ്ണപ്രസാദ് സാർ എന്ന് പറയും, ഷാജി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ബയോ എനർജിയിലുള്ള ഒരു ടീമാണ്. അപ്പം സാറിന് എനിക്ക് എന്റെ നടുവിന്, ഞാനൊരു ടീച്ചറാണ്, ഇവിടെ മാവേലിക്കരയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്ക് നടുവേദന, എനിക്ക് ആക്ച്വലി റൊമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നടുവിന് എനിക്ക് ഒരു രീതിയിലും ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പം സാറിനോട് കണ്ടു, സാറിനോട് പറഞ്ഞു മിസ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് പറയാം എന്ന് പറഞ്ഞു. സാർ ഒരു പ്രാവശ്യം എന്നോട് ജസ്റ്റ് ഇതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിന്റെ ഒരു സാധ്യത ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ സാറിനോട് പറഞ്ഞു, സാർ എനിക്കൊരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു. രാവിലെ എഴുന്നേൽക്കുന്ന സത്യത്തിൽ എനിക്ക് മുമ്പോട്ട് നടന്ന് നീങ്ങാൻ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ ക്ലാസ് എടുക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അതിന്റെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആദ്യ ദിവസം തന്നെ ഞാൻ മാട്രസിൽ കടന്നു കഴിഞ്ഞപ്പം രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ആ വേദന എന്താന്ന് സത്യത്തിൽ അറിഞ്ഞില്ല. ഞാൻ ഓർക്കുന്നില്ല ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റ്. എന്നും രാവിലെ എഴുന്നേറ്റ് വിഷമത്തോടു കൂടിയാണ് ഞാൻ എഴുന്നേറ്റ് നടന്ന് മുമ്പോട്ട് നീങ്ങുന്നത്. പക്ഷെ അന്ന് ആ ഒരു പ്രാവശ്യം തന്നെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ ഒത്തിരി റിസൾട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇത് ഐഡിയ എടുക്കാൻ റെഡിയാണ്, എനിക്ക് ഐഡിയ അടിച്ചു തരണം. എന്താന്ന് വെച്ചാൽ ഞാൻ അനുഭവസ്ഥയാണ്, നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാനിത് 3 ആഴ്ച ആയുള്ളൂ. പക്ഷെ ഞാൻ ആ ക്രൈറ്റീരിയ വെന്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്കും കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അമ്മയ്ക്കും യൂസ് ചെയ്യാനായിട്ട് കൊടുത്തു. അത് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന മാത്രമല്ല, അത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഇത് മുമ്പോട്ട് വന്ന് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ അതുപോലെ തന്നെ ആ ഒരു സ്പിരിറ്റോട് കൂടി എല്ലാവരും മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനും പറ്റും. അതുപോലെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും പറ്റും. ഓരോ ദിവസവും മനോജ് സാറിന്റെ രാവിലെ ഞാൻ കയറാറുണ്ട്. അപ്പം സാറിന്റെ ഓരോരുത്തരുടെയും മോട്ടിവേഷൻ ഇതിലൂടെ കേട്ട് 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 ഞാൻ അതിനും വലിയ മോട്ടിവേറ്റഡ് ആയി മാറുവാണോ എന്ന് എനിക്ക് തോന്നുവാണ്. എന്ന് വെച്ചാൽ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്ന് ഞാൻ പഠിച്ചു വരുവാണ്. ശരിക്കും ഈ ഒരു നിങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ഞാൻ ദൈവത്തോട് പറയുന്നത്. അതോടൊപ്പം തന്നെ സാഗർ ജോഷി സാറ് ഇങ്ങനെ ഒരു സംരംഭം നമുക്കായി വെച്ച് നീട്ടിയപ്പോൾ 2 കൈകളും സ്വീകരിച്ച് നെഞ്ചോട് അടുപ്പിച്ചു വെച്ച് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് നീങ്ങാം. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം സ്മിത ടീച്ചറെ. എന്തായാലും 3 ആഴ്ച ആയിട്ടേ ഉള്ളൂ ടീച്ചർ ഇതിലേക്ക് വന്നിട്ട്. ടീച്ചറിന് ഒട്ടനവധി റിസൾട്ടുകളും ടീച്ചറിന് പറഞ്ഞിട്ട് തീരുന്നില്ല. അത്രയ്ക്ക് ടീച്ചർ വളരെ ആവേശത്തോടെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേരുകയാണ്. ഇതിലൂടെ വളർന്ന് വലിയൊരു വടവൃക്ഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്ന ഈ അവസരത്തില്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം എനിക്കും പറയാനുള്ളത്, നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ആഫ്റ്റർ ഫോളോ അപ്പ് നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അങ്ങ് പോകല്ല ചെയ്യേണ്ടത്. അവരെ വിളിച്ച് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ യൂസേജിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കണം. ഞാൻ പറയുന്നത് ഒരു 4-5 ദിവസം വെള്ളം കൃത്യമായിട്ട് കുടിച്ചൊരു ശീലമാക്കുക. നമ്മുടെ റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡും ഒക്കെ തൽക്കാലം ഉപയോഗിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം മാട്രസ് പാഡും പില്ലോ പാഡും ഉപയോഗിക്കാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ടോക്സിക്കുകൾ, നാളുകളായിട്ടുള്ള ടോക്സിക്കുകൾ റിമൂവ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഈ മാട്രസ് പാഡും പില്ലോ പാഡും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെവി റിസൾട്ട് നമുക്ക് അതിലൂടെ കിട്ടും. അപ്പൊ ഈ ടോക്സിക്കുകളും ഒക്കെ ഇരിക്കവേ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആകെ മിങ്കിളായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് സാറ് പറഞ്ഞ പോലെ പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ്, ഇപ്പൊ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വളരെ നാളത്തെ ടോക്സിക്കുകൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുകയാണ്. നമ്മളിപ്പോ വെള്ളം അങ്ങോട്ട് കുടിച്ച് തുടങ്ങുമ്പോൾ ഞാൻ സാധാരണ പറയാനുള്ളവരെ, ചാറ്റുമഴ പെയ്ത് കഴിയുമ്പോൾ ഈ കുപ്പയും ഈ വേസ്റ്റും ഇതൊക്കെ ഒന്ന് കുതിർന്ന് കിടക്കത്തേ ഉള്ളൂ. അത് നന്നായിട്ട് ശക്തമായിട്ട് മഴ പെയ്യുമ്പോഴേ ഇതൊക്കെ ഒലിച്ചടിച്ച് കളയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ കുറേശ്ശെ വെള്ളം കുടിച്ച് നമ്മളുടെ ടോക്സിക്കുകളെ യൂറിനിലൂടെ, സ്വെറ്റിലൂടെ, മോഷനിലൂടെ പുറത്തു പോയി കഴിയുമ്പോൾ നമ്മുടെ ഇന്നർ ഓർഗൻസ് ഒക്കെ ആക്റ്റീവായിട്ട് വരും. അതിനുശേഷം നമ്മൾ മാട്രസ് പാഡും പില്ലോ പാഡും ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ ആഫ്റ്റർ സർവീസ് ആരും മുടക്കരുത്. എങ്ങനെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുത്ത് ഒരു കമ്മീഷൻ മേടിച്ചിട്ട് പോകുന്നവരായിട്ട് തീരരുത്. ഇപ്പൊ ഇതിവിടെ പറയേണ്ട കാര്യമില്ല, എങ്കിലും സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആഫ്റ്റർ സർവീസ് കൊടുക്കുമ്പോൾ മാത്രം അവര് നമ്മളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നിലനിൽക്കുകയും ചെയ്യും. അവരിലൂടെ മറ്റനേകരിലേക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനും സാധിക്കും. ചിലര് കൊടുത്തു കഴിഞ്ഞിട്ട് ആ വഴിക്ക് പിന്നെ പോകാറില്ല. അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആഫ്റ്റർ സർവീസ് ചെയ്യാറില്ല. അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ്. എന്റെ പേര് സലീം, ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായിട്ട് ഞാനും എന്റെ വൈഫും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പൊ വൈഫിന് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഉറക്കില്ലായ്മ ഉണ്ടായിരുന്നു, അതൊക്കെ മാർക്കറ്റ് നിരവധി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം മാർക്കറ്റ് നിരവധി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത സംഭവങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് മാർക്കറ്റ്. കൂട്ടത്തില് എനിക്ക് 2 കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. മൂത്രത്തിന്റെ കംപ്ലൈന്റ് ആണ്. മൂത്രത്തിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് പുറത്തു വരാത്തൊരു അസുഖമാണ്. ഞങ്ങൾ പുരുഷന്മാര് പുറത്തു വരാൻ അസുഖമാണ്. അപ്പോ വൈഫിന് വേണ്ടി മേടിച്ച് ഞാനും കൂടി അത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ആ പറയുന്ന മൂത്രത്തിലെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ മൂത്രത്തിലെ പല രീതിയിലുണ്ട്. പോച്ചരിന്റെ വീക്കുണ്ട്, മൂത്രത്തിൽ കല്ല് വരലുണ്ട്. അപ്പോ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് കല്ലുണ്ടായിരുന്നു, മറ്റേ പോച്ചരിന്റെ വീക്കുണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ സംഭവം മറന്നുപോയി എന്നുള്ളതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പള്ളിയിലൊക്കെ കയറാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി ഇന്ന് ഒരു കുഴപ്പമില്ല, മൂത്ര സംബന്ധമായിട്ടുള്ള ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് ഞാന് വീണിട്ട് വലിയ ഡോക്ടറെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചു. നിരവധി വർഷം ട്രീറ്റ് ചെയ്തു. വേദന വരുമായിരുന്നു. പക്ഷെ ഈ പ്രോഡക്റ്റിന് ശേഷം ഞാൻ വേദനയുടെ മറന്നുപോയി. എനിക്കിപ്പോ കറക്റ്റ് എക്സസൈസ് ചെയ്യും മറ്റുള്ള വളരെ ഗുണമെന്ന് എനിക്ക് പിന്നെ ഇവിടെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, നമ്മളിത് കറക്റ്റായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായി
ഡോക്ടർമാര് മരുന്ന് പറഞ്ഞ ടൈമിന് ഇത് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ആയുസ് സന്തോഷത്തോട് കൂടി സബ്സിക്കുന്ന ആളുകൾ എപ്പോഴും മരത്തെ കൂടെ ഞങ്ങളുടെ മന്റെ അവസ്ഥ എന്തും മറ്റുള്ളവർ എന്തോ റിസൾട്ടുകളാണ് നമ്മുടെ രാജ്യത്ത് ഇത് ഉപയോഗിച്ച് കിട്ടുന്നത്. ഇത് ഞാൻ പറയുന്നത് ചില പറയില്ല പറയണം. നമ്മള് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളാണ് ഞാൻ ആളുകൾ മനസ്സിലായിട്ടുണ്ട്. ദൈവത്തിന് ഇട്ടിട്ടുള്ളവരാണ്. അപ്പൊ മറക്കാതെ എത്തിക്കാൻ നമ്മള് പൂർവാധികം ശ്രമിക്കണമെന്ന് എത്തിന്റെ നടത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സലീം സർ, താങ്ക് യു. അപ്പോ ഓരോരുടെയും വില റിസൾട്ടുകൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ, പല റിസൾട്ടുകളാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഡോക്ടർ തന്നെ മെഡിസിൻസ് കുറച്ച് കൊണ്ടുവന്ന് അവര് നമ്മളുടെ ബയോട്ടോറിയത്തിലേക്ക് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അത്രയും നല്ല ബെനിഫിറ്റ് ഉള്ള പ്രോഡക്ട്സ് ആണ്. കൃത്യമായിട്ട് ഉപയോഗിക്കുക, കൃത്യമായിട്ട് റിസൾട്ട് കിട്ടിക്കോളും. പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് 100% റിസൾട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് മാഡം. പേര് ഡാലിയ, പത്തനംതിട്ട സാർ വർക്ക് ചെയ്യുന്നു. ോട്ട് കൊണ്ടുവന്നത് പറഞ്ഞാണ് വിശ്വസിച്ചത്. പിന്നെ എനിക്കൊരു സർജറി കഴിയുമ്പോ യൂട്രസ് ഒരു സർജറി സംബന്ധമായിട്ടാണ് എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതും. ഇനി ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ യൂട്രസിൽ മുഴയായി, 2 ഓവറിയിലും മുഴയായിട്ട് അതിനെ സർജറി ചെയ്തു. ഡോക്ടർ ക്യാൻസർ ആണെന്ന് വരെയും പറഞ്ഞൊരു അവസ്ഥയായിരുന്നു എന്റെ ജീവിതം. കാരണം ഫുൾ ബെഡ് റെസ്റ്റോട് കൂടിയായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് എനിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രശ്നം പോലെ ആ കിഡ്നി സ്റ്റോൺ ആണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് എനിക്ക് പ്രശ്നങ്ങളുമായി. ഈ തൊട്ട് ഒരാഴ്ച മുമ്പ് വരെ ഫുൾ ബെഡ് റെസ്റ്റോട് കൂടിയായിരുന്നു ഞാൻ നടന്നിട്ടുള്ളത്. എനിക്ക് ആഹാരം കഴിക്കത്തില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായി. അങ്ങനെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം കൂടി. എന്താ പറയാ, 2 കിഡ്നിയിൽ 30-40 mm വലുപ്പമുള്ള കല്ലായിരുന്നു. ഞാൻ യൂറിൻ പാസ് ചെയ്യുന്ന തന്നെ ബ്ലഡ് ആയിരുന്നു. അങ്ങനെ പുഷ്പഗിരിയിൽ എനിക്ക് സർജറി ഗോൾഡിന്റെ സർജറി പറഞ്ഞു. ഞാൻ 1 ലക്ഷം രൂപയോളം ഞാൻ എടുത്തു വെച്ച് സർജറിക്ക് റെഡി ആയിരുന്ന സമയത്താണ് സിന്ധുമേഡം എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരുന്നത്. അത് ഉപയോഗിച്ച് അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇതൂടെ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഇതൂടെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയാം, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞൊരു വ്യക്തിയാ. കാരണം എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ല, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ശ്വാസം മുട്ടല്, കിതപ്പ്, എന്താ വയറ് നിറച്ച ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നെ. ഉപയോഗിച്ച് 13 ദിവസം ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. ഈ വെള്ളവും ഈ ബെഡ് റെസ്റ്റുവാനും 13ാമത്തെ ദിവസം ആയപ്പോ എനിക്ക് എന്റെ യൂറിന് 4 ദിവസം കഴിയുമ്പോ യൂറിനൊക്കെ കളർ വ്യത്യാസം വന്നു. അത് കഴിഞ്ഞപ്പോ നടുവിന് വേദനയ്ക്ക് ഒരു വ്യത്യാസം വന്നു. അങ്ങനെ ഓരോരോ ചെറിയ വ്യത്യാസം വന്നു. 13ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കൊന്ന് സ്കാനിങ്ങിനെ കുറിച്ചാണ്, എനിക്ക് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിന് സർജറി കുറിച്ച് വെച്ചേക്കും അല്ലേ, അടുത്ത ബുധനാഴ്ച സർജറി ചെയ്യേണ്ടിയല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യും ഡാലി, ഒരു കാര്യം ചെയ്യും, എന്തായാലും കുറിച്ചാലും ഡാലിയുടെ വിശ്വാസം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കാനിങ്ങിനെ കുറിച്ച് വാങ്ങിച്ചു പത്തനംതിട്ട പോയി മൈക്രോവേവ് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ സ്കാനിങ്ങിനകത്ത് എന്റെ ഒരൊറ്റ കല്ലിൽ എന്റെ കിഡ്നിക്കകത്ത് 2-നകത്ത് ഒരുത്തരി കല്ല് പോലും ഇല്ല. അപ്പൊ എന്നെ മനസ്സിലങ്ങനെ പറയാം, ഈ സ്കാനിങ് കള്ളത്തരവാ, ഇത് കള്ളത്തരവാ, ഇതിനകത്ത് യാതൊരു ഇത് കള്ളത്തരം തന്നെയാ, വേണ്ട എന്നാ വേറൊരിടത്ത് പോയി സ്കാൻ ചെയ്യുന്നു. ഞാൻ പിന്നെ അവിടുന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കയറിയിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇതുപോലെ കിഡ്നി സ്റ്റോൺ പ്രശ്നം ഉണ്ടായിരുന്നു, 2 ദിവസമായിട്ട് വേദനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പൊ മൂത്രനാളത്തിൽ തന്നെ 4 കല്ലായിരുന്നു തങ്ങിയിരുന്നത്, മൂത്രം പോകത്തില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഡോക്ടറുടെ വേറെ ഒരു സ്കാനിങ് കൂടെ വാങ്ങിച്ചെന്ന് അന്ന് ഞാൻ കുറിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം പോയി ചെയ്തു. ട്രാവൽ ചെയ്തപ്പോഴും റിസൾട്ട് ആയിരുന്നു.
സത്യം പറഞ്ഞ എനിക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായി പോയി. കാരണം 1 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങി, അതായത് എന്റെ താലിമാല കൊണ്ട് പണയം വെച്ച് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ആ 1 ലക്ഷം രൂപ എനിക്ക് ചെലവാക്കേണ്ടി വന്നില്ല. എനിക്ക് വെറും അന്ന് ഞാൻ വാങ്ങിക്കുമ്പോ 9,800 രൂപ ഉള്ളായിരുന്നു. 9,800 രൂപ മുടക്കിയപ്പോ കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് ആയിരുന്നു എനിക്ക് ആ ഒരു റിസൾട്ട്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ എന്റെ വെരിക്കോസ് വെയിന്, പിന്നെ നടുവിന് വേദന, ഫുൾ ബെഡ് റെസ്റ്റ് ആയി ഞാൻ ബോംബെ വരെയും പോയി. അവിടെ ചെന്ന് അവിടെ ഈ വണ്ടിയിലുള്ളവർ തകർത്തു എന്ന് പറഞ്ഞാൽ ഒരു ചാടി മറിഞ്ഞ് എനിക്കൊരു ശ്വാസം മുട്ടലില്ല, ഒരു കിതപ്പില്ല, ഒരു വേദനയില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ എൻജോയ്. ഇന്ന് ഞാൻ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാനൊരു സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ നമ്മളത് കണ്ടിന്യൂ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് 4 ദിവസം ഉപയോഗിച്ചിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ അല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു എന്നും ആയിരിക്കും വേണമെങ്കിൽ പറയാൻ. അത്രമാത്രം ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമാണ്. എന്റെ ജീവിതത്തിൽ കൂടിയായാലും എന്റെ ആരോഗ്യത്തിൽ കൂടിയായാലും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ ഒരു ചായ ഇട്ടാ എനിക്ക് ഇങ്ങനെ പൊക്കിയെടുത്ത് വെക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ ഒരാളാ. ഞാൻ ഇന്ന് സത്യം പറയും, നിലത്താണോ താഴെയാണോ ആകാശത്താണോ അല്ലാത്ത അവസ്ഥയല്ല ഞാനിപ്പോ. ഈ ഓടി നടക്കുന്നതും എടുക്കുന്നതും എല്ലാം ഈ ഒരു പ്രോഡക്റ്റ് വന്നതോടു കൂടിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മുടെ സാർ ജോഷി സാറിനോടാണ്. അതിനുശേഷം നമ്മുടെ മനോജ് സാറ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ടീം അംഗങ്ങളും, എന്റെ കൂടിപ്പിറപ്പുകളെ എല്ലാവരോടും എനിക്ക് ഇത് മാത്രം നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അവർ വാങ്ങി ഉപയോഗിക്കുക. ഒരു ജീവൻ രക്ഷപ്പെടുന്നതിൽ ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് അതിൽ കൂടുതലില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാമ്പത്തികം, അത് രണ്ടും നമുക്ക് അത്യാവശ്യം. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡാലിയ മാഡം. അമേസിംഗ് റിസൾട്ട് ആണ് ഡാലിയ മാഡത്തിന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ പത്തനംതിട്ട ടീമിലെ ഡാലിയ മാഡം ഇല്ലാത്ത ഒരു പ്രോഗ്രാമും ഇല്ല. കാരണം പുള്ളിക്കാരി ഉണ്ടെങ്കിൽ അതിന് ആ പ്രോഗ്രാമിന് ഒരു എനർജി ഉള്ളൂ. കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ ഒരു എനർജറ്റിക് ഒരു ലീഡറാണ് ഡാലിയ മാഡം. എന്തായാലും ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. എല്ലാവർക്കും, ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ നല്ല റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്ത ആൾക്ക് വേഗം റിസൾട്ട് പറയാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് സർ. എന്റെ പേര് തമ്പി, വീട് പെരുമ്പാവൂർ. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇതുവരെ എല്ലാവരും സംസാരിച്ചത്. ഞാൻ ഇപ്പൊ പോകുന്നത് എന്റെ വെല്ലുപ്പന്റെ, എന്റെ അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മകൻ മരിച്ച വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ വെച്ചിട്ടെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്റെ ആ കുടുംബത്തിലെ ഒരാൾക്ക് സ്ട്രോക്ക് വന്നതാണ്. ഈ ആളും സുഖം എന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഇല്ല, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരു വിളിയും കൂടി വേണം. ദൈവ വിളി ഉള്ളവർക്ക് മാത്രമാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള യോഗമുള്ളൂ. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് മാറി. എന്റെ അമ്മയ്ക്ക് 55 വർഷം മുമ്പ് ഇടിവെട്ടി പറ്റി ഓർക്കമില്ലായ്മ മാറി, മേലുവേദന മാറ്റി കൊടുക്കാൻ കഴിഞ്ഞ ഈ പ്രോഡക്റ്റ് എനിക്ക് നിരവധി റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ഇതിനെ തള്ളി പറയുന്ന, ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പൊ രാജസ്ഥാന്റെ ഒരു ഇതിനകത്തോട്ട് ഇന്നലെ തന്നെ 6 പേരോട് പറഞ്ഞു, അവരാരും ഏറ്റില്ലാന്ന് പറഞ്ഞു. നാളെ ഡോക്ടർമാർ സജഷൻ ചെയ്യും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും. ആളുകൾ ക്യൂവിൽ നിൽക്കും. ആ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് കേരളത്തിൽ, ഇന്ത്യയില്, ലോകത്തെ തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രോഡക്റ്റ് ആണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഭരിക്കുക, എല്ലാവരും വിജയിക്കുക. അതുപോലത്തെ പ്ലാൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് മുന്നേറാം. സമയക്കുറവുകൾ നിർത്തുന്നു. താങ്ക് യു തമ്പി സാർ. വളരെ നല്ല റിസൾട്ട് ആണ് തമ്പി സാറിന് കിട്ടിയിട്ടുള്ളത്. തമ്പി സാറൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ബയോട്ടോറിയം ചെയ്ത വ്യക്തി കൂടിയാണ്. ഓക്കെ, അടുത്ത റിസൾട്ട് പറയാം. ഗുഡ് മോർണിംഗ് അതെ. എന്റെ പേര് പാസ്റ്റർ സ്കറിയ തോമസ്, എറണാകുളം ജില്ല കാലടിയിൽ താമസിക്കുന്നു. ഞാന് ഈ പ്രോഡക്റ്റ്, ദൈവത്തിന്റെ കൈപ്പുള്ള പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നല്ല റിസൾട്ട് കിട്ടി. പ്രത്യേകിച്ച് കിലോയിഡ് എന്നു പേരുള്ള ഒരു അസുഖത്താൽ 3.5 വർഷമായി ഭാരപ്പെട്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ അതിന് സൗഖ്യം ലഭിക്കാനിടയായി തീർന്നു. ദൈവത്തിന്റെ കൈപ്പുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ദൈവം തന്നെയാണ് എന്നെ സൗഖ്യമാക്കിയത്. അതിന് മുഖാന്തരമായി ഡോക്ടർ സാഗർ ജോഷിയെ ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രം
അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു നന്ദി ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ടീമിൽ പാസ്റ്റർ ജോസഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം മുഖാന്തരം തിരുവല്ലയിൽ ലീലാമ എന്ന പേരുള്ള ഒരു മേഡം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു. ആ മേഡം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചികിത്സയിലായിരുന്നു. അവസാനം വളരെ മാനസികമായി പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ പാസ്റ്റർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ലീലാമ്മ മേഡം ഓർത്തത് ഇത്രയും രൂപ മുടക്കി, ഇനി ഒരു 10-700 പോണെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് വാങ്ങിയതാണ്. ആ മേഡത്തിന് നല്ല റിസൾട്ട് കിട്ടി. പലവിധമായ അസുഖങ്ങളുണ്ടായിരുന്നു. അവസാനം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നോർമല്. വേദനയ്ക്ക് ആശ്വാസം ഉണ്ടായി. പലവിധമായ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടി. ആ ലീലാമ്മ മേഡം വഴി കുഞ്ഞുമോൾ എന്ന പേരുള്ള തിരുവല്ലയിൽ തന്നെയുള്ള ഒരു വെരിക്കോസ് വെയിൻ ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഈ ഏതെല്ലാം രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുമെന്നുള്ള നിലയിൽ അവരുടെ രോഗവിവരമൊന്നും അധികം അറിയാതെ വെരിക്കോസ് ഉണ്ടെന്ന് അറിയാം, മറ്റൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഈ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന അതികശലായ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിക്കുത്തിൽ നിന്ന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വേദനയാണ്, ഞാൻ വേദനപ്പെട്ടിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുത്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മേഡത്തിന് വലിയ സൗഖ്യം ഉണ്ടായി, ആശ്വാസം ഉണ്ടായി. ഉടനെ തന്നെ ഭർത്താവിന് അത്ര ഇഷ്ടമല്ലെങ്കിലും ഉടനെ തന്നെ കുഞ്ഞുമോൾ മേഡം അഡ്വാൻസ് തുകയായിട്ട് ഞങ്ങൾക്ക് കുറച്ച് തുക തന്നിട്ട് പറഞ്ഞു, ബാക്കി പൈസ ഉണ്ടാകുമ്പോൾ വിളിക്കാം, എനിക്ക് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ എൻജിപ്പാടും റിസ്റ്റ് ബാൻഡ് 2 നീളമുള്ളതും നീളം കുറഞ്ഞതും ഉണ്ടായിരുന്നു. അത് പുതിയത് തന്നെയായിരുന്നു. അത് കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു, നാളെ തിരുവല്ലയ്ക്ക് ചെല്ലണം, ഞാൻ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാളെ അത് കൊടുക്കാനായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രദേശത്ത് ധാരാളം ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും പറയട്ടെ, ചില രീതിയിൽ ചില നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാകും. ഡോക്ടർമാരെന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയിലാണ് അവർ കാണുന്നത്. എന്നാൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് ചോദിച്ച് അന്വേഷിച്ച് വരുന്ന ഒരു സമയമുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ചോദിച്ച് അന്വേഷിച്ച് വരുന്ന ഒരു സമയമുണ്ട്. വെൽനസ് ട്രെയിനേഴ്സിന് അതിൻ്റെതായ മാന്യത കൈവരിക്കുന്ന സമയങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക. ആരെന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും കൂടുതൽ ആളുകളെ കണ്ട് ബിസിനസ്സിൽ വർദ്ധിച്ചു വരിക, നല്ലൊരു വരുമാനം നേടുക. അതിനായി സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഓക്കെ താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. പാസ്റ്ററിന്റെ ആ രോഗത്തെ കുറിച്ച് നമ്മളത് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. വളരെ നല്ല റിസൾട്ടാണ് പാസ്റ്റർക്ക് കിട്ടിയിട്ടുള്ളത്. അതിലുപരിയായിട്ട് എല്ലാ ദിവസവും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഫീൽഡിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാസ്റ്റർ അങ്കമാലിയിൽ നിന്ന് അങ്കമാലിയിൽ നിന്ന് തിരുവല്ല വരെ വന്നിട്ടുണ്ട്. അപ്പൊ തിരുവല്ലയിലുള്ളവരൊക്കെ ഇതൊന്നുകൂടൊന്ന് കേൾക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്കമാലിക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളുടെ അടുത്ത ആൾക്കാരുണ്ട്. നമ്മളുടെ കസ്തൂരിമാനിന്റെ അവസ്ഥയാവരുത്. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ പ്രോഡക്റ്റ് എവിടേക്കാ. നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ പോലും ഇത് അറിഞ്ഞിട്ടില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നോ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഗുണമോ. നമ്മൾ പറയാൻ എത്രത്തോളം സന്നദ്ധരാണ്, എത്രത്തോളം കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഇത് പറയുന്നുണ്ട്, അത്രത്തോളം കൂടുതൽ ആളുകൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കും, അത്രത്തോളം വരുമാനവും നമുക്ക് കിട്ടും. അപ്പോ നമുക്ക് ഹെൽത്തും വെൽത്തും തരുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇനിയുള്ളവരെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. അടുത്ത ആൾക്ക് പറയാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്നാണ്, കാർത്തിനി അറിയും. ഞാന് ഷാജി സാറ ടീമിലാണ്, കോഴിക്കോട് ഷാജി സാറ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ ഇപ്പൊ 2-3 ദിവസം മുന്നേ കിട്ടിയ ഒരു ഭയങ്കര റിസൾട്ട് ആണ്. കാരണം ഞാന് ഒരു മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു കഷ്ണം പുട്ടും കഴിച്ച് പോയിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ വെള്ളവും കുടിച്ച്
വൈകുന്നേരം 4 മണിയായി വീട്ടിലെത്തുമ്പോൾ 4 മണി എത്തിയിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ നിന്ന് എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരാളാണ്. കാരണം നമുക്ക് വിശപ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വരും. പക്ഷെ എനിക്ക് രാത്രി ഞാൻ 8 മണിയായിട്ടാണ് അന്ന് ഭക്ഷണം കഴിച്ചത്. എനിക്ക് ഗ്യാസിന്റെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രോഡക്റ്റ് നമ്മൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. എന്റെ കുഞ്ഞിനാണെങ്കിൽ അപസ്മാരമായിരുന്നു. അപസ്മാരമുള്ള കുഞ്ഞിന് ഇപ്പൊ 1 വർഷമായി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഗുളിക നിർത്തിയിൽ ഇന്നും എന്റെ കുഞ്ഞ് ഈ പ്രോഡക്റ്റ് തന്നെയാണ് കിടക്കുന്നതും. 14 വയസ്സായ മോളാണ്. അവൾക്ക് നല്ല മാറ്റമുണ്ട്. എന്റെ വീട്ടിലെ എല്ലാവർക്കും നല്ല നല്ല മാറ്റങ്ങളുണ്ട്. അലർജി മാറിക്കിട്ടി എന്റെ മരുമകൾക്കും പേരക്കുട്ടിക്കും. അങ്ങനെ ഭർത്താവിനാണെങ്കിൽ BP, ഷുഗർ എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല മാറ്റം കിട്ടി മാഡം. ഇതിലും വലിയൊരു റിസൾട്ട് ഒന്നും എനിക്കിനി പറയാനില്ല. കാരണം എന്റെ കുടുംബത്തിൽ അത്രയും നമ്മുടെ പ്രൊഡക്റ്റ് വിലസുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ കയ്യൊപ്പാണ്. സാഗർ ജോഷി സാറിന് എത്രയോ നന്ദി പറയുന്നു. മനോജ് സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു മാഡം. താങ്ക് യു കാർത്തേനി മാഡം. അപ്പോ കണ്ടോ എവിടെല്ലാം സ്ഥലത്തുള്ളവർക്ക് എന്തെല്ലാം റിസൾട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ കാരണം, ഞാൻ ആയുർവേദ വെൽനസ് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കവേ എനിക്ക് ഒരു സന്ധിവാതത്തിന്റെ പ്രശ്നം ഉണ്ടായി. എന്റെ വിരലുകളൊന്നും മടക്കാൻ പറ്റുന്നില്ല, വലതുകാല് സ്റ്റിഫായിട്ടിരിക്കുക, ഉറക്കക്കുറവ്, കാലില് നീര്, എന്നും മസിൽ കയറ്റം. ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകവേ കോവിഡ് സമയത്തായിരുന്നു. അപ്പോഴ് നമ്മളുടെ തൃശ്ശൂർ സ്വദേശി മണിമനോൻ സാറാണ് എന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഇന്ന് ഈ ഫീൽഡിൽ ഇല്ല എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് സ്മരിക്കും. കാരണം അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്കിതിൽ വരാനും ഇത് പരിചയപ്പെടാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിച്ചത്. അതിന് അദ്ദേഹത്തോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അദ്ദേഹമാണ് പറഞ്ഞത്. എനിക്ക് ആലപ്പുഴ സ്വദേശി എന്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് എനിക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് തന്നു. ഞാൻ 2 ആഴ്ച കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ നടുവേദനയും മുട്ടുവേദനയും മൈഗ്രെയിനും ഒക്കെ മാറി സുഖമായിട്ട് ഉറക്കം കിട്ടി. എന്തായാലും ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് കാരണം ഇത് എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് മാഡം വാങ്ങിച്ച് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടില്ല, മീറ്റിങ്ങുകൾ കേട്ടിട്ടില്ല, ഒന്നുമില്ല. മണിമേനോൻ സാറിന്റെ വാക്ക് വിശ്വസിച്ച് മാത്രം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി ഞാൻ ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ ഡോക്ടർ സുധീർ സാറിന്റെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ലിങ്ക് വിട്ടു തന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടിയ റിസൾട്ടിന്റെ കുറെ ഹിന്ദിയിലുള്ള കുറെ പിന്നെ വീഡിയോസും ഒക്കെ എനിക്ക് ഇട്ട് തന്നു. ഇതല്ലാതെ കേരളത്തിലെ ഒരു റിസൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും നന്നായിട്ടില്ല. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരാനും സാറിന് അറിയില്ല. ഞാനിത് കൊണ്ടുവന്ന വഴിക്ക് തന്നെ വെള്ളം കുടിക്കണം, എത്ര കുടിക്കണം, എങ്ങനെ കുടിക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ ഈ മാട്രസ് പാഡ് വിരിച്ചിട്ട് ഇതിൽ കിടന്നു, വെള്ളവും കുടിക്കാൻ തുടങ്ങി. ഇത് ആകെപ്പാടെ എനിക്ക് പ്രശ്നമായി. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, ഭയങ്കര ഹീറ്റാണ്. എനിക്ക് ചെവിയിൽ നിന്ന് പോലും ആവി പറക്കുന്ന പോലെ ഒരു അവസ്ഥ എനിക്കുണ്ടായി. ഞാനിത് മടക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഈ സൂം മീറ്റിംഗ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരുമിച്ചല്ല ഉപയോഗിക്കേണ്ടത്. വെള്ളമാണ് നമ്മൾ ആദ്യം കുടിച്ച് നമ്മുടെ ശരീരത്തെ പ്രോപ്പർ ആക്കേണ്ടത്. നമ്മുടെ ടോക്സിക്കുകൾ കുറെ പോയി കഴിഞ്ഞ ശേഷമാണ് മാട്രസ് പാഡും പില്ലോ പാഡും ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഞാൻ ഇതെടുത്തു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞങ്ങള് പായയിൽ ഇരുന്നിട്ടാണ് പ്രയറിനൊക്കെ ഇരിക്കാറുള്ളത്. എനിക്ക് താഴെ ഇരിക്കാൻ വയ്യ, ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ മേല, ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് വേദന ഇരട്ടിച്ചു. മുമ്പേ രാജു ഡോക്ടർ പറഞ്ഞതുപോലെ വേദന ഇരട്ടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എനിക്കിത് പറ്റത്തില്ല, ഇത് പണ്ടത്തേന്റെ ഭിന്നത്തെയാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഇല്ല മാഡം, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചോ. എനിക്ക് വിരൽ മടക്കാനും വയ്യ, കാലും മടക്കി ഇരുന്നിട്ട് എനിക്ക് എണീക്കാനും വയ്യ, ഒരാൾ പിടിച്ചിട്ട് വേണം എഴുന്നേക്കാൻ, ആ ഒരു അവസ്ഥയായി. അപ്പൊ ഞാനിത് മാറ്റി വെച്ച സാധനം വീണ്ടും ഞാൻ എടുത്തു, വെള്ളമൊക്കെ കൃത്യമായിട്ട് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഈ വലത് കാല് സ്റ്റിഫായിട്ടിരിക്കുക, ഈ കാല് വലിച്ചാ ഞാൻ നടക്കുന്നത്. എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, സ്റ്റിഫായിട്ടിരിക്കുക വലത് കാല്. അപ്പൊ ഡോക്ടർ സുധീർ സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞു, വാട്ടർ എനർജി പാഡ് കാലിൽ കെട്ടിവെക്കാം, കയ്യിൽ കെട്ടിവെക്കാം, ഇതിന് മൾട്ടിപർപ്പസ് യൂസ് ആണെന്നൊക്കെ അറിഞ്ഞു. ഞാൻ നോട്ട്ബുക്കും പേനയായിട്ടിരുന്നു സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് എഴുതി പഠിച്ചു. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വാട്ടർ എനർജി പാഡ് കാലിൽ കെട്ടിവെച്ച് കിടക്കാൻ തുടങ്ങി. ഒരു 4 ദിവസം കാലിൽ വാട്ടർ എനർജി പാഡ് കെട്ടിവെക്കും. ടൈറ്റായിട്ടാണ് കെട്ടിവെക്കുന്നത്. നേരം വെളുക്കുമ്പോ ഇത് ലൂസായിട്ട് താഴെ കണ്ണിന്റെ ഭാഗത്ത് വന്ന് കിടക്കും. അപ്പൊ ഞാൻ ഓർത്തു, ഇതെന്താ ഇങ്ങനെ? അപ്പൊ നോക്കിയപ്പോ കാലുമ്മ നീരും ഇല്ല. എനിക്ക് കാല് മടക്കാൻ 5-ാമത്തെ ദിവസമായപ്പോ എന്റെ കാല് മടക്കാനും നിവർക്കാനും പറ്റി, എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും പറ്റി. ഇതെനിക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് എനിക്ക് ആദ്യം ഫീൽ ചെയ്തു. തുടർന്ന് ഒരു 2 ആഴ്ചയോളം ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എനിക്ക് കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് മുഖം കഴുകാൻ, കൈ എനിക്ക് പൊക്കി മുഖത്തേക്ക് വരുമ്പോഴത്തേക്കും വിരലൊക്കെ നിവരും.
എന്നിട്ട് വെറുതെ മുഖത്ത് ഞാനിങ്ങനെ തൂക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. ആ ഒരു അവസ്ഥയിലായിപ്പോയി. എനിക്ക് എന്താ പറയണ്ടേ, നമ്മള് അരയ്ക്കാനൊന്നും പറ്റില്ല, കയറ് പിടിച്ച് വെള്ളം കോരാൻ പറ്റില്ല, തുണി പിഴിയാൻ പറ്റത്തില്ല, വിരലിന് വഴക്കമുണ്ടെങ്കിലല്ലേ തുണിന്ന് വെള്ളം പോവുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ പോയ ഞാനായിരുന്നു. എന്തായാലും ഈ പ്രോഡക്റ്റ് ഒരു 2 ആഴ്ചയോളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടി. ഇന്ന് ഏത് കയറ്റവും കയറാം, ഏത് കുന്നിന്റെ മുകളിലുള്ള വീട്ടിലായാലും നടന്ന് കയറി പോകാൻ പറ്റും. അതുപോലെ തന്നെ സുഖമായ ഉറക്കവും കിട്ടി. ഇപ്പൊ കാലിൽ മസിൽ കയറ്റവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇന്ന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എന്റെ ടീമിലൂടെ എനിക്കിത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വലിയ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം അതുപോലെ തന്നെ തൊടുപുഴ എന്റെ ടീമിൽ തന്നെ ഉള്ള ഒരു സാറ് പ്രോഡക്റ്റ് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളിന് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇത് ഉപയോഗിച്ച് ഷുഗർ ഒക്കെ നോർമലായി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്റെ കൊച്ചച്ഛന് ഇത് കൊടുക്കാൻ പറ്റുമോ, എന്റെ ചിറ്റപ്പന് ഇത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ പറഞ്ഞു, ചിറ്റപ്പൻ സ്ട്രോക്ക് ആയിട്ട് കിടക്കാണ്, 3.25 വർഷമായിട്ട് കിടന്ന കിടപ്പിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആ സാറ് പറഞ്ഞു, ഇത് കൊടുക്കാൻ പറ്റും, കാരണം ഇത് ബ്ലഡ് സർക്കുലേഷനെ ത്വരിതപ്പെടുത്തുന്നതല്ലേ, കറക്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞരമ്പിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും എന്ന് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസോടെ ഈ പ്രോഡക്റ്റ് അവിടെ കൊടുത്തു. അന്ന് 7400 ഒരു പ്രോഡക്റ്റ് ആണ് അവിടെ കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞ് 18 ദിവസം കഴിഞ്ഞപ്പോ ഈ വ്യക്തി എണീറ്റ് 2 ചുവട് വെച്ചു എന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത്. അമേസിംഗ് റിസൾട്ട് ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് വടിയുടെ സഹായത്തോടെ അദ്ദേഹം നടക്കും. അവരെന്നെയും കൊണ്ടുപോയി ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു, നേരിട്ട് സംസാരിച്ചു. ഇന്ന് വളരെ ഹാപ്പിയാണ്. അപ്പൊ അത്രയ്ക്ക് റിസൾട്ട് ആണ്. അപ്പൊ ആ വീട്ടുകാർ കരഞ്ഞുകൊണ്ട് വിളിക്കുക. അവര് വിചാരിച്ച് ഇതിൽ മരിച്ചുപോയ ഒരാള് എന്താ അടക്കാൻ നേരത്തേക്ക് കണ്ണു തുറന്നു എന്ന് പറഞ്ഞ മാതിരിയായിപ്പോയി. 2.5 വർഷം കിടന്ന കിടപ്പിലാണ് എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തുന്ന പോലാണ് ആ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇവര് അതിശയം കൊണ്ട് സന്തോഷം കൊണ്ട് ഇവര് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തു. അങ്ങനെ ലീഡേഴ്സ് അന്ന് തന്നെ ഇവിടുന്ന് കാർ എടുത്തിട്ട് പോയി അവരെ നേരിട്ട് കണ്ടു. അപ്പൊ അവര് പറയുന്നത് ദൈവം ദൂതനെ അയച്ചതുപോലെയാണ് ഈ സാറുമാർ ഇവിടെ വന്നത് തന്നതെന്ന്. അത്രയ്ക്ക് അവർക്ക് സന്തോഷം കൊണ്ട് അവർ കരഞ്ഞുപോയി. അപ്പൊ അത് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനിടയായി. അതുകൊണ്ട് എല്ലാ മേഖലകളിലുള്ളവർക്കും ഇതൊരു രോഗത്തിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ല, രോഗികൾക്കായിട്ട് മാത്രം കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ല, ഇത് രോഗം വരാതിരിക്കാൻ പ്രിവെൻഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിലൂടെ 220-ലധികം രോഗങ്ങളെ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റുമാണ് നമ്മുടെ ഇത്. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് ആർക്കും ഇത് കൊടുക്കാൻ പാടില്ലാത്തവരാരൊക്കെയാണ് നമ്മൾ POP കേട്ടിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല ഞാൻ. കാരണം അപ്പൊ എല്ലാ വ്യക്തികൾക്കും, രോഗികളെ മാത്രം അന്വേഷിച്ച് പോകേണ്ട, ഒരു രോഗം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് എപ്പോഴാണ് ആർക്കാണെന്നൊന്നും പറയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. അത് പേടിപ്പിക്കുന്നതല്ല, നമ്മൾ കണ്ടുവരുന്നതാണ്. കാരണം എന്റെ സ്ഥലത്ത് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും അവരത് മൈൻഡ് ചെയ്യാതിരിക്കുകയും വീണ്ടും അവര് ഇന്ന് പലരും ഭൂമിയിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി, ചിലര് സ്ട്രോക്ക് ആയി പോയി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയണ്ട, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എറിയാന്ന് പറയുന്നത് പോലെ നമ്മളൊന്ന് പ്രിവെൻഷനാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെലവാക്കുന്നവരാ. അപ്പൊ നമ്മൾ ഒരു 10-700 എന്ന് പറയുമ്പോ പ്രീമിയത്തിന്റെ കിട്ടും. പിന്നെ നമുക്ക് ജ്യൂസ്, നെയ്യ്, മോർ പവർ, സിബക്തോണ്, അങ്ങനെ നമുക്ക് എല്ലാ പ്രോഡക്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രോഡക്ട്സിനെ കുറിച്ച് പഠിക്കുക. ഇത് മറ്റുള്ളവരോട് പറയാൻ ഒരു മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു, സോറി. അപ്പൊ ഇതാണ് നമ്മളുടെ റിസൾട്ട്. പിന്നെ കൊടുത്തിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് ഞാൻ പറയാറുണ്ട്, കൊട്ടാരക്കര ഒരു ലേഡിക്ക് വെരിക്കോസിന് വേണ്ടിയിട്ട് നടുവേദനയുമായിരുന്നു. അപ്പൊ അവർക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചു, പ്രോഡക്റ്റ് കൊടുത്തു. അവരത് ഉപയോഗിച്ച് 1.5 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ വീട്ടിൽ ചെന്ന് പുള്ളിക്കാരിയുടെ കാലിന്റെ ഫോട്ടോ എടുത്ത് സൂം ചെയ്തപ്പോ ആ ഞരമ്പുകളൊന്നും എഴുന്നു നിൽക്കുന്നില്ല, കാണുന്നില്ല. ഫസ്റ്റിലെ ഫോട്ടോയും അന്നേരെടുത്ത ഫോട്ടോ ഇവർക്ക് തന്നെ കൊടുത്തു. ഈ ഫോട്ടോ കണ്ണൂരേക്ക് അയച്ചു കൊടുക്കുകയും കണ്ണൂരുള്ളൊരു മാഡം അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും അവരത് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് ഫോൺ ചെയ്തു. 18 പേര് കണ്ണൂര് പടപ്പങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് അവരത് ഉപയോഗിക്കുകയുണ്ടായി. കാരണം ആ മാഡത്തിനെ ഇന്ന് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. 18 പ്രോഡക്റ്റ് ഇവിടുന്ന് ഞാൻ ബൈ കൊരിയറിൽ അവർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന് റിസൾട്ട് ഉണ്ട്, റിസൾട്ട് ഇല്ലാന്ന് ആരും പറയരുത്. ഇനി റിസൾട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിന് തക്കതായിട്ടുള്ള ടോക്സിക്കുകൾ
ഉണ്ട്, ഇല്ല നമ്മൾ പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ധൈര്യമായിട്ട് ഇത് ഉപയോഗിച്ചോളുക. 25 വർഷം ഉപയോഗിക്കേണ്ട സാധനം 2 ദിവസം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ഇത് പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി റിസൾട്ട് ആർക്കും പറയാനില്ല എന്നാണ് തോന്നുന്നത്. 7 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് റിസൾട്ട് പറഞ്ഞിട്ടുള്ള ബഹുമാന്യരായ എല്ലാ വ്യക്തികളെയും പേരെടുത്ത് പറയാണ്. എന്നാലും നമ്മുടെ ഭാസ്കരൻ സാറ്, നമ്മുടെ സുലഭ മേഡം, അജീഷ് സാറ് കോഴിക്കോട്, ഗിരിജ മേഡം, കമല ദേവദാസ്, അതുപോലെ തന്നെ ആന്റണി സാറ്, പിന്നെ നമ്മുടെ സിന്ധു മേഡം, പിന്നെ നമ്മളുടെ ഒരാളുടെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല, റേഞ്ചിന്റെ പ്രശ്നമായിരുന്നു, നസ്മിത മേഡം, ഡോക്ടർ രാജു സാറ്, സലീം സാറ്, ഡാലിയ മേഡം, അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂരെ തമ്പി സാറ്, പിന്നെ നമ്മുടെ സ്കറിയ പാസ്റ്റർ, കാർത്തിയായനി ചേച്ചി, ഇങ്ങനെ ഇത്ര 16 പേരിന്ന് നമ്മുടെ ഈ റിസൾട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. റിസൾട്ട് ഷെയർ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് വളരെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. അപ്പൊ നമ്മളുടെ പ്രോഗ്രാം ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാന്യനും ആദരണീയനുമായ നമ്മളുടെയൊക്കെ എന്താ പറയണ്ടേ, നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ക്യാപ്റ്റൻ അല്ലെ നമ്മളുടെ മെന്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, മനോജ് തൃപ്പൂണിത്തറ സാർ. അദ്ദേഹം ബ്ലാക്ക് ഡയമണ്ട് പോസ്റ്റിലാണ്. ബ്ലാക്ക് ഡയമണ്ട് ഒരാളെ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. എന്തുകൊണ്ടും നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാനും തല ഉയർത്തി നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ് മനോജ് തൃപ്പൂണിത്തുറ. അദ്ദേഹത്തെ വളരെ ഹൃദയത്തിൽ നിന്നും ഞാൻ ഈ ഒരു അവസരത്തിലേക്ക്, പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം മനോജ് സർ. താങ്ക് യു മാഡം. താങ്ക് യു സാറമ്മ മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. ഗുഡ് മോർണിംഗ്. റിസൾട്ട് ഷെയറിംഗ് സെഷനാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ റിസൾട്ട് വന്ന് ഇവിടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. അവർക്കെല്ലാം ഒരിക്കൽ കൂടി കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള നന്ദിയും ബഹുമാനവും സ്നേഹവും ആദരവും അർപ്പിക്കുകയാണ്. ഇവിടെ 161ഓളം പേരുണ്ടായിരുന്നു. ഈ 161 പേർക്ക് മാത്രമല്ല, ഇവർ കൊടുത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നഗ്ന സത്യമാണ്. എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും പറയാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ടും റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടുമാണ് കുറച്ച് പേര് റിസൾട്ട് പറഞ്ഞത്. പറഞ്ഞവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി. ആദ്യം തന്നെ തുടങ്ങിയത് നമ്മുടെ ഭാസ്കരൻ മാഷാണ്, വടകരയിൽ നിന്ന്. ഭാസ്കരൻ മാഷ് ഒരു കിടപ്പ് രോഗിയായിരുന്നു. കിടപ്പ് രോഗം വന്ന് കിടപ്പ് രോഗിയായി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വീട്ടിൽ റിട്ടയർഡ് അധ്യാപകനാണ്, വൈഫും ടീച്ചറാണ്. പുറത്തിറങ്ങില്ല അവര്. അത്രയും പല ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് കിട്ടി, ഉപയോഗിച്ചു. അത്ഭുതകരമായ റിസൾട്ട് കിട്ടി. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ബോംബെ ഓഫീസ് വരെ വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. കിതപ്പ് രോഗി, ആലോചിക്കണം നിങ്ങൾ. ട്രെയിനിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ബോംബെ ഓഫീസ് വന്ന് സാഗർ സാറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം സ്ട്രോക്ക് വന്ന ഒരാൾക്ക് കൊടുക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത്. വെരിക്കോസ് രോഗിക്ക് കൊടുത്തു, കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ്. അങ്ങനെ എത്ര റിസൾട്ടുകൾ ഭാസ്കരൻ മാഷിൽ നിന്ന് തുടങ്ങിയിട്ട് ആ വടകര മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആലോചിക്കണം നമ്മൾ. അതുപോലെ ഓരോരുത്തരും പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞ ഓരോ ആളുകളും അല്ലെ. രാജു സാർ നമുക്കറിയാം. രാജു സാറ് അല്ലെ ഒരു പുനർജന്മം തന്നെയാണ് രാജു സാറിന്റെ ജീവിതത്തിൽ. ആരെന്ത് പറഞ്ഞാലും രാജു സാറിന് ബയോട്ടോറിയം മറക്കാൻ പറ്റില്ല. സംസാരശേഷി നഷ്ടപ്പെട്ടു, ചലനശേഷി നഷ്ടപ്പെട്ടു, ദഹന വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, ഓർമ്മശക്തി ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്തൊരു ജീവച്ഛവമായിരുന്നു യഥാർത്ഥത്തിൽ. അവിടുന്ന് ഒരു പുനർജന്മം, ജീസസ് ഒക്കെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ പോലെ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഒരു പുനർജന്മം നൽകിയ കിട്ടിയ വ്യക്തിത്വമാണ് നമ്മുടെ ഡോക്ടർ രാജു സാർ. കൺഗ്രാജുലേഷൻ രാജു സാർ. രാജു സാറിന് കിട്ടിയ അല്ലെ റിസൾട്ട് ഇവിടെ നന്നായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തു. രാജു സാറിലൂടെ പല പ്രമുഖ വ്യക്തികളിലേക്കും, നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വീണ ജോർജിലേക്കും അതുപോലെ തന്നെ മർത്തോമ സഭയുടെ പരമാധ്യക്ഷനിലേക്കൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാനും നിരവധി സാധാരണക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ രാജു സാറിന് നിമിത്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ടീമിനും ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ നേരുകയാണ്. രാജു സാർ ഒന്നും കൂടി സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജു സാർ പല തിരക്കുകൊണ്ടാണ് ഇതിനകത്ത് കയറാത്തതും പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായാലും രാജു സാർ അടുത്ത ദിവസങ്ങളിൽ വളരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കൂടി ഉറപ്പ് നൽകുകയാണ് എല്ലാവർക്കും. രാജീവ് സാറും മേഡത്തിനാണെങ്കിൽ അപാരമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ ആയുർവേദ ആശുപത്രി പോയിട്ട് തടവലും തിരുമ്പലും നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോ ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യേ ഇല്ല. മനസ്സിലായ? വീട്ടിൽ കിടന്നിരുന്ന ഇവര് സ്വന്തമായിട്ട് കാർ ഓടിച്ചിട്ട് പത്തനാപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒറ്റക്ക് കാർ ഓടിച്ച് വന്നിട്ടുണ്ട്.
ഇപ്പൊ ചെറുപ്പക്കാരനെ പോലെ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, പവർ ഓഫ് ബയോട്ടോറിയം, പവർ ഓഫ് ഈ ബയോട്ടോറിയം. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി, സ്വത്രം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കഴിവാണ്. അതാണ് സാഗർ സാറിനെ കൊണ്ട് ഇത് നിർമ്മിച്ചതും. സാധാരണ ബയോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ഒരു തെറാപ്പിയാണ്. നിയോഡെയിം എന്ന് പറഞ്ഞാൽ ലോകത്ത് നേരത്തെയുള്ള മാഗ്നറ്റ് ആണ്. പക്ഷേ അത് നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് ഒരു 10,000 രൂപ കൊടുത്താൽ ഒരു പുനർജന്മം നൽകുന്ന പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് കൊടുത്തതും അത് നമ്മളിലൂടെ ഏതോ അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ആന്റണി ബോട്ടീസിലൂടെ അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ഈ അവസരം തന്നത്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇത് മനസ്സിലാക്കുകയും എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ 1000 പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കളിയാക്കിയപ്പോഴും പുച്ഛിച്ചപ്പോഴും അവഗണിച്ചപ്പോഴും കുറെ പേര് എതിർത്തപ്പോഴും ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായ ഒരു പ്രവൃത്തിയാണെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഈ പ്രവാഹം തുടർന്നു കൊണ്ടേയിരിക്കും അല്ലെ. നദി ഒരിക്കലും ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു പോകാറില്ല സുഹൃത്തുക്കളെ. അതിങ്ങനെ പല കൈവഴികളായി ഒഴുകി ഒഴുകി അല്ലെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ അല്ലെ സമാധാനവും ശാന്തിയും അല്ലെ അവിടെ വേണ്ടുന്ന വെള്ളവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നൽകിക്കൊണ്ട് അത് കടലിൽ പതിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ നിങ്ങളോട് പറയാം, ഈ ജന്മം ഇനി ബാക്കി എല്ലാവർക്കും നമുക്ക് ബയോട്ടോറിയത്തിന് വേണ്ടി സമർപ്പിക്കാം. കാരണം അത്രയും റിസൾട്ടാണ് കിട്ടുന്നത് ഇവിടെ. അതുകൊണ്ട് എല്ലാവരും ഇത് ഏറ്റെടുക്കുക. റിസൾട്ട് പറഞ്ഞു ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അപസ്മാരത്തിന് കിട്ടിയ റിസൾട്ട് പറഞ്ഞു കാർത്തികേയനി ചേച്ചി ഇല്ലേ, അത് ഞാൻ നേരിട്ട് കണ്ടതാണ് കോഴിക്കോട് വെച്ച്. തന്റെ മകൾ 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപസ്മാരം വന്നു കഴിഞ്ഞാൽ അറിയാം മാറത്തില്ല. എത്രയോ വർഷമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത് ഇന്ന് ഒരു മെഡിസിനും ഇല്ല. ആലോചിച്ച് നോക്കണം. ഏത് ചക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾ ഇത് ഹൃദയത്തോട് നെഞ്ചോട് ഓടിച്ചാടി നടക്കുന്നത്? ഇവിടെ എന്തിനാണ് റിസൾട്ട് ഇല്ലാത്തത്? ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെ. വെരിക്കോസും മൾട്ടി അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ട് ജീവിതത്തിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് കിടപ്പ് രോഗി സരമയുടെ കൂടെ പറഞ്ഞു ഇല്ലെ പത്തനംതിട്ട റിസൾട്ട് തൊടുപുഴ കിട്ടിയ റിസൾട്ട് കിട്ടിയ ഒരു പുടനും അതിന്റെ പ്രവർത്തകരാകാൻ വേണ്ടി പോകുന്നുള്ള ഒരു വളരെ സങ്കടകരമായ ഒരു വസ്തു കൂടി എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ദൈവം നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എത്രയോ റിസൾട്ടുകൾ ഓരോരുത്തരും ഓരോ മേഖലയിലും പറഞ്ഞില്ലേ. നമ്മുടെ ഡാലിയ മേഡത്തിന് പറഞ്ഞു പക്ഷേ ഓപ്പറേഷൻ പറഞ്ഞിട്ട് അവസാനം മേഡം നിർബന്ധിച്ചിട്ടാണ് സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് യാതൊരു കല്ലും ഇല്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവരനുഭവിക്കാതെ ക്യാൻസർ പേഷ്യൻസിന് എത്രയെത്ര റിസൾട്ടുകൾ. ഇന്നലെ ഹരിപ്പാട് നമ്മുടെ മേഡത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അമ്മക്ക് കിട്ടിയ റിസൾട്ട് അല്ലെ. അമ്മ ഇനി ഇല്ല 4 മാസേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയിക്കോ, ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ അമ്മ ഇന്ന് നല്ല ചെറുപ്പക്കാരിയെ പോലെ സംസാരിക്കുന്നു. വീഡിയോ കണ്ടില്ലേ നിങ്ങൾ അല്ലെ. നല്ല വയസ്സുള്ള അമ്മയാണ്. ഇതിനെല്ലാം നമുക്കൊരു നിമിത്തമാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല സുഹൃത്തുക്കൾ, ഇതിന്റെ പുണ്യം ഉണ്ടല്ലോ നമുക്കും നമ്മുടെ തലമുറകളിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ പേരക്കുട്ടികളിലേക്കും കിട്ടും ഇതിന്റെ പുണ്യം എന്ന് പറയുന്നത്. ആ പുണ്യ പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടോ ഇല്ലേ. പുണ്യമാണ് ഇവിടെ ചെയ്യുന്നത്. പുണ്യം ചെയ്യുന്നതിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കും, ഒരു കുഴപ്പമില്ല. ചാട്ടവാറടി കൊള്ളാനും തയ്യാറായിക്കോ. പക്ഷെ പുനർജന്മം ഉണ്ടാകും കേട്ടോ, ഉയർത്തെഴുന്നേൽക്കും, ഒരു സംശയമില്ല. ആളുകൾ കളിയാക്കുമ്പോ പുച്ഛിക്കുമ്പോ നമ്മളിങ്ങനെ മാറിപ്പോകല്ലേ പ്ലീസ്. മനസ്സിലായില്ലേ? അത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഫോളോ അപ്പ് മസ്റ്റ് ആണ്. വാങ്ങിയ ആളുകൾ വീട്ടിൽ വീണ്ടും ചെല്ലണം. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. രാജു സാർ ഇവിടെ പറഞ്ഞ പോലെ ഇല്ലേ, ആദ്യം ചില ആൾക്കൊരു കാണിക്കും, ഒരു സിൻഡ്രം കാണിക്കും, ഒരു പോസിറ്റീവ് സിൻഡ്രം ആണ്. ബോഡിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ തെളിവാണ്. വേദന കൂടും അവിടെ. അപ്പം തന്നെ ഇത് മാറ്റി വെച്ചിട്ട് നമ്മളെ വിളിച്ച് വഴക്ക് പറയും ചില ആളുകൾ. ചില ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ വഴക്ക് പറയില്ല, പോട്ടെ കാശ് പോയി ഇനി ഒന്നും പറയണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അവർ പിന്നെ ഉപയോഗിക്കത്തില്ല. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ ചെല്ലുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും 1-2 ദിവസം കഴിയുമ്പോൾ അവര് നല്ല ഇതിന്റെ പ്രചാരകരായിട്ട് മാറുകയും ചെയ്യും. ഫോളോ അപ്പ് മസ്റ്റ് ആണ് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാം. ഒത്തിരി റിസൾട്ടുകൾ എല്ലാ മേഖലയിലും. ഇവിടെ എന്തിനാണ് റിസൾട്ട് കിട്ടാത്തത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ലെ. ക്യാൻസർ പേഷ്യൻസിന് പോലും ഇത് ഉപയോഗിച്ച് നല്ല എനർജി, ക്യാൻസർ മാറി എന്നല്ല പറയുന്നത്, അവർക്ക് നല്ല കുട്ടികളില്ലാത്ത ആളുകൾക്ക്, എത്രയോ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ആൾക്ക് നമ്മളെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളും മോർ പവറും ഉപയോഗിച്ചപ്പോ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വിശേഷം വന്നിട്ടുണ്ട്. നിരവധി റിസൾട്ടുകൾ ഉണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ട് എല്ലാവർക്കും അറിയാം ഇല്ല. എനിക്ക് BP ആയിരുന്നു 22 വർഷമായിട്ട്. ഷുഗറിന്റെ തുടക്കം ഉണ്ടായിരുന്നു, അതെല്ലാം നോർമലിലേക്ക് വന്നു. അതൊന്നുമല്ല റിസൾട്ട്. എന്റെ വൈഫിന് യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്.
ഇവിടെ പ്രധാന ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. ഉടനെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ബൈസ്റ്റാൻഡർ ഇല്ല, എന്തായാലും ഒരു മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റൽ അവിടെ ഇഷാ ജോയി എന്ന് പറഞ്ഞൊരു സർജൻ ഉണ്ട്, അവരുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങി അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ മേഡം പറഞ്ഞത് ആ വലിയ 8 മുഴകൾ ഉണ്ടായിരുന്നു, ആ 8 മുഴകളും ഇന്ന് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇങ്ങനെ മനസ്സിലായ, മുഴയൊന്നും ഇപ്പൊ ഇല്ല, ഇനി ഒരു ഓപ്പറേഷനും വേണ്ട എന്ന് പറഞ്ഞ സംഭവം എന്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ടാണ്. പിന്നെ എന്നോട് ബയോട്ടോറിയം ശരിയല്ല മനോജ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ റിസൾട്ട് സമ്മതിക്കോ? ഇല്ലേ? അത്രയും അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ജോണി സാറിന്റെ ബ്രദറിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. പാലയിൽ അദ്ദേഹം കാരിത്താസ് എന്ന ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് വന്ന് അഡ്മിറ്റ് ചെയ്ത് ഇല്ലേ, അവിടെ കുറെ ദിവസം കടന്ന് അവസാനം എല്ലാം കഴിഞ്ഞു. ഇനി അന്ത്യകൂദാശ നടത്താൻ വേണ്ടി പറഞ്ഞു പള്ളിയിൽ വെച്ചുമെന്ന് അവിടെ അന്ത്യകൂദാശ നടത്തിയ ഫോട്ടോസ് വരെ അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് എന്തോ ദൈവം ഒരു ഉൾവിളി കൊടുത്തു, ഈ കയ്യിൽ കിടക്കുന്നത് നിന്റെ ചേട്ടനൊന്ന് കെട്ടിക്കൊടുക്കുന്നു. അന്ത്യകൂദാശ കഴിഞ്ഞ ഈ കയ്യിൽ എടുത്തിട്ട് ബ്രദറിന് കെട്ടിക്കൊടുത്തപ്പോ കുറച്ച് സമയം കഴിയുമ്പോൾ ബ്രദർ കണ്ണു തുറന്നു എന്നുള്ളതാണ്. ജോണി സാറിന്റെ സഹോദരൻ കണ്ണു തുറന്നു സുഹൃത്തുക്കളെ. കുറച്ച് വെള്ളം കൂടെ കുടിപ്പിച്ച് വായിൽ മുഖത്തൊക്കെ വെള്ളം തെളിച്ചപ്പോ ഡോക്ടറെല്ലാം ഓടി വന്നു. ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞാൽ എന്താ അറിയാ, ഇത് ഞങ്ങളുടെ ഇതിൽ ചികിത്സയിൽ ഉള്ളതല്ല, നിങ്ങളുടെ ഇഷ്ടം, ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞതാ. ഉടനെ ഡോക്ടേഴ്സും എല്ലാം വന്നു നേരെ ICUലേക്ക് കൊണ്ടുപോയി 14 ദിവസം അവിടെ കിടത്തി. മനസ്സിലായില്ലേ? വീട്ടിൽ അപ്പം തന്നെ പോയി മാട്രസ് പാഡ് കൊണ്ടുവന്നു, ആ ബെഡിൽ അത് വിരിച്ചു കൊടുത്തു, വെള്ളം കൊണ്ടുവന്നു കൊടുത്തു, റിസ്റ്റ് ബാൻഡ് കിട്ടി. 14 ദിവസം കഴിയുമ്പോ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് നടന്നു വന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. ഇത് ബയോട്ടോറിയത്തിനല്ലാതെ വേറെ ഏത് പ്രൊഡക്റ്റിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും? വേറെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഇത്രയും അത്ഭുതകരമായ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും? ഇത് എവിടെയോ നടന്ന കള്ളക്കഥയൊന്നും അല്ല ഇത്. നമ്മുടെ നാട്ടുകൾക്ക് അവരെ പോയി കാണാം. ഞാൻ ആ സഹോദരനെ കണ്ടു കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോ, കഴിഞ്ഞ 2-3-4 മാസം മുമ്പ് ആ കുടുംബത്തെ കണ്ടു. ആലോചിച്ച് നോക്കണം ഇല്ലേ? ഇത്രയും നല്ല പ്രൊഡക്റ്റ്. അതുകൊണ്ട് ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് പറയുക, കുടുംബങ്ങളിലേക്ക് ചെന്ന് സംസാരിക്കുക. നിങ്ങൾ അവരെ അവഗണിച്ചോട്ടെ, നോ പ്രോബ്ലം. മനസ്സിലായ? നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള കർമ്മണ്യേ വാദികാരസ്യ. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലം എന്താവും? ചിലപ്പോ ഇന്ന് വരില്ല, ചിലപ്പോ നാളെ വരില്ല, ചിലപ്പോ അടുത്ത ദിവസം വരില്ല, ചിലപ്പോ 1 മാസം വരില്ല, ചിലപ്പോ 6 മാസം വരില്ല, ചിലപ്പോ 1 വർഷം വരില്ല. പക്ഷേ അതിന്റെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഒരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ. മനസ്സിലായ? കിട്ടും ഉറപ്പായിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വലിയ ഒരു ആരോഗ്യ സമ്പത്ത് നമുക്ക് നൽകുന്നതോടും വലിയൊരു സാമ്പത്തിക സമൃദ്ധിയിലേക്കും നമുക്കും നമ്മുടെ ടീമിനും എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഒരു പാഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ സാധിക്കണം. പാഷൻ എന്ന് പറഞ്ഞ ഒരു സമർപ്പണമാണ്. ഒരു സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ബയോട്ടോറിയത്തിന്റെ വക്താക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ. അതിനുള്ള ശക്തിയും ഊർജവും മനസ്സും ആവേശവും നിങ്ങൾക്ക് ഈശ്വരൻ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് റിസൾട്ട് ഷെയർ ചെയ്ത, അതേപോലെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകളിൽ എല്ലാവരും കൃത്യമായിട്ട് അവരവരുടെ ടീമുമായിട്ട് പങ്കെടുക്കണം. ഇതാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്നാണ് നമ്മൾ അറിവുകൾ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ സൂം മീറ്റിങ്ങുകളും കൃത്യമായിട്ട് പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.